വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നും മലങ്കര ഡാമിലേക്ക് വിഷമാലിന്യം ഒഴുക്കിയ കമ്പനി ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദുസ്ഥാനി അവമോർച്ച സെക്യുലറും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയും മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. സംഘടനകൾ സംയുക്തമായി ഈ മാസം 31-ാം തീയതിയാണ് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്നും മലങ്കര ഡാമിലേക്ക് വിഷമാലിന്യമൊഴുക്കിയ കമ്പനി ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദുസ്ഥാനി അവം മോർച്ച സെക്യുലറും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയും സംയുക്തമായി 31-ന് രാവിലെ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. 6 ജില്ലയിലെ 50 ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും കേന്ദ്ര, കേരള, തമിഴ്നാട് ഗവൺമെന്റുകൾ അടിയന്തര സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും മെട്രോമാൻ ഇ ശ്രീധരന്റെ അഭിപ്രായം പഠിച്ച് 2014-ലെ സുപ്രീം കോടതിയുടെ ടണൽ നിർദ്ദേശം നടപ്പാക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ പറഞ്ഞ ഈ വെള്ളത്തിൻ്റെ ചാല് അത് ഇടുക്കി ഡാമിൽ നിന്ന് വന്ന് മലങ്കര ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുക. മലങ്കര ഡാമിൽ നിന്ന് ആ വെള്ളം തൊടുപുഴ ആറ്റിലേക്ക് ഒഴുകി മൂവാറ്റുപുഴയിൽ വന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ആ വെള്ളം പിറവ ഉൾപ്പെടെ വേമ്പനാട്ട് കായലിലേക്കാണ് ഈ വെള്ളം. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, വെള്ളിയാമറ്റത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫ്ലൈവുഡ് ഫാക്ടറി, ആ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ അത് രാസമാലിന്യങ്ങൾ ആണെന്ന് വിചാരിക്കും. അത് ഈ മഴയത്ത് തുറന്നു വിടുകയും നമ്മളുടെ ഡാമിനകത്ത് ഏകദേശം മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഇത് പകരുകയും ചെയ്യും. ഇപ്പോൾ 7 പഞ്ചായത്തുകൾ, കരിങ്കുന്നം, തുഴ മുനിസിപ്പാലിറ്റി, വെള്ളിയാമറ്റം, ആലക്കോട്, കരിങ്കുന്നൂർ, ഇവരെ 7 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചിരിക്കുക. ആ ഫാക്ടറി അവിടെ പ്രവർത്തിച്ചാൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ രോഗബാധിതരായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ കുടിവെള്ളത്തിനും കാർഷിക ആവശ്യത്തിനും ഉപയോഗിക്കുന്ന മലങ്കര ഡാമിലെ ജലം വിഷമയമാക്കിയവർക്കെതിരെ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ മൂവാറ്റുപുഴ തന്നെയാണ്, നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. പോത്താനിക്കാട് പഞ്ചായത്തിൽ തന്നെ ഊണ് മുളയ്ക്ക് പോലെ പ്ലേഡും കൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ 5-8 പണി നടക്കുക. ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ എലഞ്ഞി പഞ്ചായത്തിലും ഇതേ സ്ഥിതിയാണ് നടക്കുന്നത്. എറണാകുളം ജില്ല പല മേഖലയിലും നടക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലാണെങ്കിലും വെള്ളിയാമറ്റം പഞ്ചായത്ത് ഇതിൻ്റെ ഒരു സ്രോതസ്സാണ്. അവിടുന്ന് നമ്മുടെ ഈ 31-ാം തീയതി ആ മഴയത്ത് ഭയങ്കര മഴയായിരുന്നു. ആ മഴയത്ത് ഇവർ ഈ രാസമാലിന്യങ്ങളെല്ലാം അവിടെ ഒഴുക്കി വിട്ട് മലങ്കര ഡാമിൽ വന്ന് അവിടെ ഉള്ള മത്സ്യങ്ങൾ ചാകുകയും ജനങ്ങൾക്കെല്ലാം ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ വെള്ളം തൊടുപുഴയിലൂടെ വന്ന് മൂവാറ്റുപുഴ വന്ന് തൊടുപുഴ തന്നെ മുനിസിപ്പാലിറ്റി നിവാസികൾ 10,000-60,000 ജനങ്ങൾ തിങ്ങി പാർക്കുന്നുണ്ട്. മൂവാറ്റുപുഴയും അത്രയും തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം പിറവം കൂടി തലയോലപ്പുറത്ത് വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതാണ് എറണാകുളം ടൗണിലേക്ക് അടിക്കുന്നത്, പമ്പ് ചെയ്യുന്നത്. അവിടുന്ന് വായിക്കക്കൂടി വെമ്പനാട്ട് കായലിലേക്കാണ് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ജനങ്ങളുടെ മത്സ്യസമ്പത്ത് ഉൾപ്പെടെ ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾ, കുടിവെള്ള പദ്ധതികൾ എല്ലാം മുടക്കിക്കൊണ്ടാണ് ഈ കമ്പനികൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ ലൈസൻസ് കൊടുക്കുന്നത്, പെർമിഷൻ കൊടുക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പുതിയ കമ്പനികൾ വരുന്നതിനും പാറ ഖനനം നടത്തുന്നതിനും അനുമതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും പുഴയിലേക്കും സമീപ പ്രദേശ കിണറുകളിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ മാലിന്യം ഒഴുക്കുന്നുവെന്നും ഇവർ ആരോപിച്ചു. സിവിൽ സ്റ്റേഷൻ പ്രതിഷേധ മാർച്ചിന് ശേഷം ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി 2 മാസം നീണ്ടുനിൽക്കുന്ന സമരപ്രചാരണ ക്യാമ്പയിനും തുടർന്ന് മുല്ലപ്പെരിയാർ ജന്മദിനത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ബഹുജന മാർച്ചും നടത്തുമെന്ന് ഭാരവാഹികളായ മുൻ MLA മാത്യു സ്റ്റീഫൻ, KM സുബൈർ എന്നിവർ പറഞ്ഞു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.